അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. നല്ല കുട്ടിയായിരിക്കാനാണോ ചീത്ത മോശം കുട്ടിയായിരിക്കാനാണോ നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവുക? യാതൊരു സംശയവുമില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളാവാനാണ് നമുക്കൊക്കെ ആഗ്രഹം. എങ്ങനെയാണ് നല്ല കുട്ടിയാവുക? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന നല്ല കുട്ടികളായി മാറാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക എന്നത്. നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കൽ അബ്ദുള്ള എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. നമ്മളെപ്പോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് അബ്ദുള്ള. കൂട്ടുകാർ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാറില്ലേ? നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാറുണ്ട്, അതേപോലെ തന്നെ അധ്യാപകരെ നമ്മൾ അനുസരിക്കാറുണ്ട്, നമ്മുടെ സ്വന്തം കൂട്ടുകാരെ നമ്മൾ പലപ്പോഴും സഹായിക്കാറൊക്കെയുണ്ട്. അതേപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് അബ്ദുള്ള. ഒരിക്കൽ അബ്ദുള്ള ളുഹർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാറില്ലേ നമസ്കാരത്തിന്? പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുള്ള അതേപോലെ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി വേഗത്തിൽ പള്ളിയിലേക്ക് പോവുകയാണ്. അബ്ദുള്ള പോകുന്ന സമയത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഒരാൾ ഈത്തപ്പഴം പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അബ്ദുള്ളക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇദ്ദേഹം എന്താണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ നമ്മൾ പള്ളിയിലേക്ക് പോകണ്ടേ നമസ്കരിക്കാൻ? അബ്ദുള്ള അയാളെ വിളിച്ചു. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, നമുക്ക് പള്ളിയിൽ പോകണ്ടേ, ഇറങ്ങൂ. അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. ഇത് കേട്ടപ്പോൾ അബ്ദുള്ളക്ക് വീണ്ടും ദേഷ്യം വന്നു. അബ്ദുള്ള അയാളെ വീണ്ടും വിളിച്ചു, എടോ ഇറങ്ങി വാടോ തായെ, പള്ളിയിൽ പോയി നമസ്കരിക്ക്. അബ്ദുള്ള കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും ദേഷ്യം വന്നു. അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഈത്തപ്പനയുടെ പട്ട പറിച്ചെടുത്ത് അബ്ദുള്ളയെ തല്ലാൻ വേണ്ടി ഇറങ്ങി വന്നു. ഇത് കണ്ട അബ്ദുള്ള വേഗം തൻ്റെ തലയിലൂടെ മറച്ചുകൊണ്ട് അബ്ദുള്ള ഓടി രക്ഷപ്പെട്ടു. നമ്മളും ഇതേപോലെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ കളിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കില്ലേ? കളി മതിയാക്കി പള്ളിയിലേക്ക് വരൂ എന്ന് നമ്മൾ അവരോട് പറയില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കളിയെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായി വസ്ത്രങ്ങൾ മാറി നമ്മൾ പള്ളിയിലേക്ക് പോകണം. നമ്മുടെ കൂട്ടുകാരെയും നമ്മൾ കൂടെ വിളിക്കണം. അബ്ദുള്ള അങ്ങനെ ളുഹർ നമസ്കരിച്ചു. അബ്ദുള്ള തിരിച്ച് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന അദ്ദേഹവും മരത്തിൽ നിന്നിറങ്ങി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് അദ്ദേഹം വീണ്ടും ജോലി തുടങ്ങി. അങ്ങനെ ളുഹർ കഴിഞ്ഞ് അസർ നമസ്കാരത്തിൻ്റെ സമയമായി. അസർ നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. നേരത്തെ പോലെ തന്നെ അബ്ദുള്ള ബാങ്ക് കേട്ടതും അബ്ദുള്ള വേഗം എഴുന്നേറ്റു. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വുളൂ ചെയ്തു തയ്യാറായി വീണ്ടും പള്ളിയിലേക്ക് പോയി. അങ്ങനെ അബ്ദുള്ള വീണ്ടും പോകുന്ന സമയത്തതാ നേരത്തെ ഈത്തപ്പനയുടെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അയാൾ വീണ്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്ദുള്ള നേരത്തെ സംഭവിച്ചതെല്ലാം ഒന്ന് ഓർത്തു നോക്കി. എന്നിട്ട് അബ്ദുള്ള അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. പക്ഷേ ഇപ്രാവശ്യം അബ്ദുള്ള വിളിച്ച രൂപമൊന്ന് മാറ്റി. അബ്ദുള്ള അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും. അദ്ദേഹം
ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് നോക്കി. എന്നിട്ട് അബ്ദുള്ളയോട് പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമ്മളും മറ്റാരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങേണ്ടത്? നല്ല കുട്ടികൾ അങ്ങനെയാവണം. എന്നിട്ട് അബ്ദുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹം അതിനു മറുപടി പറഞ്ഞു. അബ്ദുള്ള ചോദിച്ചു, അവർക്കൊക്കെ സുഖമാണോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈത്തപ്പഴം? ഒരുപാട് ഈത്തപ്പഴം പറിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരുപാട് ഈത്തപ്പഴം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിച്ചു. അല്ലേ? നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. നമ്മൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുകയും ചെയ്യണം. അദ്ദേഹത്തോട് അബ്ദുള്ള എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജോലിയുടെ തിരക്കിലായതുകൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങാനായിട്ടുണ്ട്. നിങ്ങൾ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോയി നമുക്ക് നമസ്കരിച്ച് വരാം. നിങ്ങൾക്ക് കുറച്ചു നേരം ജോലിയിൽ നിന്ന് വിശ്രമമാകാം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. നിങ്ങളും കൂടെ വരുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി, സന്തോഷമായി. അദ്ദേഹം ഇൻഷാ അല്ലാ ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് ആ ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ നിന്നിറങ്ങി. എന്നിട്ട് അബ്ദുള്ളയുടെ അടുത്ത് വന്ന് അബ്ദുള്ളക്ക് കൈ കൊടുത്തു. അബ്ദുള്ളയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി. എന്താണ് നിൻ്റെ പേര്? അബ്ദുള്ള പറഞ്ഞു, എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അബ്ദുള്ള, നിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്, നീ നല്ല പെരുമാറ്റമുള്ളവനാണ്, എനിക്ക് നിന്നെ ഒരുപാട് സ്നേഹമായി. പക്ഷേ ലോഹർ നമസ്കാരത്തിന് ഇതിലെ ഒരു കുട്ടി പോയിരുന്നു. അവൻ എന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവന് 2 അടി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. കൂട്ടുകാരെ, ഈ കഥയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലോഹറിന് നമസ്കാരത്തിന് പോയതും അസറിന് നമസ്കാരത്തിന് പോയതും ആരാണ്? നമ്മുടെ അബ്ദുള്ള തന്നെയാണ്. പക്ഷേ ഒന്നാമതായി അബ്ദുള്ള പോയ സമയത്തോ അബ്ദുള്ള മോശപ്പെട്ട് കോപിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അയാളോട് സംസാരിച്ചത്. അപ്പോൾ തിരിച്ച് അദ്ദേഹവും എന്ത് ചെയ്തു? അബ്ദുള്ളയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് അബ്ദുള്ള സ്നേഹത്തോടു കൂടി സലാം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അബ്ദുള്ള തുടങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അബ്ദുള്ളയെ ഭയങ്കര ഇഷ്ടമായി. നമ്മളും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ മറ്റുള്ളവരും നമ്മോട് നല്ല രൂപത്തിൽ പെരുമാറും. എന്നാൽ നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് നമ്മൾ കയർത്തുകൊണ്ട് സംസാരിച്ചാലോ അവർ തിരിച്ചും അങ്ങനെ തന്നെയാകും നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ, ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പച്ചിയോടോ ഉമ്മച്ചിയോടോ അതേപോലെ നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകരോടും നമ്മുടെ കൂട്ടുകാരോടും കൂട്ടുകാരികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നല്ല രൂപത്തിൽ അവർക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ സംസാരിച്ചു നോക്കൂ. അവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരാളായി നമ്മൾ മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകനെ എല്ലാവർക്കും അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. എന്താണ് കാരണം? പ്രവാചകൻ എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റത്തോടു കൂടിയാണ് അവരോടൊക്കെ സംസാരിച്ചിരുന്നത്, അവരോടൊക്കെ പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനെ അവർ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. അതേപോലെ ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഏറ്റവും നല്ല കുട്ടികളായി നമ്മൾ മാറുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം.
അള്ളാഹു അങ്ങനെ നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള കുട്ടികളായി നമ്മയെല്ലാം അള്ളാഹു മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.